ഈ വീഡിയോ നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പോൾ ആ പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആകുമോ അതോ പരാജയപ്പെടുന്നു വാലിഡേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ഗ്രോത്ത് കമ്പാനിയൻ ടീം ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ്, ഒരു മാർക്കറ്റ് റിസർച്ച് മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മുടെ പ്രൊജക്റ്റിനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ കൊണ്ടുവരുന്ന അടുത്ത ഇമ്പാക്റ്റ് വർക്കാണ് ബാക്ക് ടു ഹോം 1. ഈ ഒരു പ്രൊജക്റ്റ് ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പുറത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ പ്രവാസികൾ വിദേശ രാജ്യങ്ങളിൽ, അവർക്ക് കുറേ വർഷമായി അവിടെ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നു. അവരുടെ ഒരു ആഗ്രഹമാണ്, കുറച്ചെങ്കിലും ആളുകളുടെ ആഗ്രഹമാണ് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ, ജോബ് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ അവരെ സക്സസ്ഫുള്ളി സിസ്റ്റമാറ്റിക്കലി സ്ട്രാറ്റജിക്കലി എങ്ങനെ ഇവിടെ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാം എന്നതാണ് ഈ ബാക്ക് ടു ഹോം എന്ന പ്രൊജക്റ്റ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റ് ഇവിടെ വന്നാൽ, ഞങ്ങൾ ഈ പ്രൊജക്റ്റ് നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഈ ഒരു പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നത് എങ്ങനെയാണ് ഞങ്ങൾ മാർക്കറ്റ് റിസർച്ച് ചെയ്തത്, അതിന് എന്തൊക്കെ സ്റ്റെപ്സാണ് ഞങ്ങൾ ഫോളോ ചെയ്തത്, അതിന് ഞങ്ങൾ കണ്ടെത്തിയ പ്രോസസ്സ് എന്താണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്, ആരാണ് നമ്മുടെ ഓഡിയൻസ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാക്ക് ടു ഹോം 1ൻ്റെ ഓഡിയൻസ് പ്രവാസികളായ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. എല്ലാ പ്രവാസികളും ഞങ്ങളുടെ ഓഡിയൻസ് ആയിരുന്നില്ല. ഇവിടെ സെറ്റിൽ ചെയ്യാൻ, കുറേ വർഷമുള്ള ജോലി ചെയ്ത് ഇനി ഇവിടെ എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന പ്രവാസികൾ മാത്രം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഓഡിയൻസ് ഗോ ഫോർ, ഇതുപോലെ ആഗ്രഹമുള്ള ഈ പ്രവാസികൾ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഇപ്പോൾ ഇവരുടെ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രൊഡക്റ്റോ സർവീസിനോ എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്ത സമയത്ത് അവരെന്ത് ചെയ്യും, അവരുടെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ചോദിക്കും, ഞാൻ നാട്ടിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്, അവിടെ ഏതൊക്കെയാണ് നല്ല പ്രൊജക്റ്റ് ഉള്ളത്, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും പലരും പറയുന്നത് കേട്ട് വന്ന് ആ ഡിസിഷൻ തെറ്റായി പോയി തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. പല ആളുകളുടെയും ഹ്യൂജ് ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ കൃത്യമായൊരു സ്ട്രാറ്റജിയോ സിസ്റ്റം വെച്ചിട്ട് ആളുകളെ ഇവിടെ സെറ്റിൽ ചെയ്യാൻ ഗൈഡ് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ഇല്ല. അതിൽ നമുക്ക് എന്ത് കിട്ടി, നമുക്കിവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കറണ്ടോ സർവീസിനോ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമറുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടായിരിക്കും, ആ സൊല്യൂഷനു വേണ്ടി ഇപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എവിടെ പോകുന്നു, അപ്പോൾ അവർ കൊടുക്കുന്ന സർവീസിൽ എന്തെങ്കിലും ഒരു ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന കോൺസെപ്റ്റാണ് ഗ്യാപ്പ്. അപ്പോൾ രണ്ടാമത് എന്താണ്, നമ്മൾ ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്തു. മൂന്നാമത്തത് നമ്മുടെ സർവീസിൻ്റെയോ പ്രൊജക്റ്റിൻ്റെയോ അർജൻസിയാണ്. ഇതിനു വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, നമ്മുടെ പ്രൊജക്റ്റ് നൈസ് ടു ഹാവ്, NMS കോൺസെപ്റ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. N ഇൻഡിക്കേറ്റ് നൈസ് ടു ഹാവ്, M മസ്റ്റ് ഹാവ്, S ഷുഡ് ഹാവ്. ഇവിടെ ഉദ്ദേശിക്കുന്നത്, ബാക്ക് ടു ഹോം എന്നുള്ള പ്രൊജക്റ്റ് കിട്ടിയാൽ നല്ലതാണ്, നൈസ് ടു ഹാവ്, ഇല്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ അവിടെ സെറ്റിലാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. മസ്റ്റ് ഹാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്ക് ടു ഹോം എന്നുള്ള പ്രൊജക്റ്റ് കൂടിയേ തീരൂ, ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങനൊരു പ്രൊജക്റ്റ് ആഗ്രഹിക്കുകയാണ് എന്നുള്ളതാണ് മസ്റ്റ് ഹാവ്. മൂന്നാണ് ഷുഡ് ഹാവ്, ഇത് വേണ്ടതാണ്, അത്യാവശ്യമാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ മാർക്കറ്റ് റിസർച്ചിൽ ഞങ്ങൾ മനസ്സിലായത്, നമ്മുടെ പ്രൊജക്റ്റ് മസ്റ്റ് ഹാവ് ആണ്. ഒരുപാട് ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ളത്. അതുപോലെ നിങ്ങളുടെ സർവീസും NMSൽ ഏതാണോ നോക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് അർജൻസി. ഒന്ന്, നമ്മുടെ നിശ്ച ഓഡിയൻസിനെ നമുക്ക് കിട്ടി. രണ്ട്, നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കി. മൂന്നാമത്തെ നമ്മൾ എന്ത് മനസ്സിലാക്കി, ഇത് വളരെ അർജൻറ്റാണെന്ന് മനസ്സിലാക്കി. നാലാമത്തെ നമ്മൾ കറണ്ട് സ്റ്റാറ്റസ് ആണ്. അതായത് ഇങ്ങനെ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്ത ആളുകൾ ഉണ്ടാക്കിയ റിസൾട്ട് നമ്മളങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ 100ൽ 10 പേര് അല്ലെങ്കിൽ 200ൽ 20 പേരൊക്കെ ഹ്യൂജ് സക്സസ് ആയ ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോയാൽ നമ്മളിൽ പ്രതീക്ഷിച്ച് വരുന്ന ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഒരു ഓഡിയൻസിന്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചേരുന്ന ഒരു മെമ്പർക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും എന്ന് നമുക്ക് ബോധ്യമായി. ഈ 4 കാര്യങ്ങളും സെറ്റിലാകുമ്പോഴാണ്, യോജിച്ച് വരുമ്പോഴാണ്, ടിക്ക് വരുമ്പോഴാണ് ആ പ്രൊജക്റ്റുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഗ്യാപ്പില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു നീഡില്ല എങ്കിൽ അത് വെച്ച് മുന്നോട്ട് പോകരുത്.